നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തിലേക്കാണ് നമ്മൾ അടുത്തതായി ചുവടുവയ്ക്കാൻ പോകുന്നത്. വളരെ വിശേഷപ്പെട്ട മാസം തന്നെയാണ് വരുന്നത്. കാരണം എന്തെന്നാൽ വിശേഷങ്ങളിൽ വിശേഷമായ ശിവരാത്രി വരുന്നത് ഈ ഫെബ്രുവരി മാസത്തിലാണ്. ശിവരാത്രിക്ക് ശേഷം ശനി, ബുധൻ എന്നീ ഗ്രഹങ്ങൾ വലിയ മാറ്റത്തിനായിട്ടാണ് ഒരുങ്ങുന്നത്. ഈ മാറ്റം നിമിത്തം രാജയോഗം തന്നെയാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഫെബ്രുവരി 27 മുതൽ രൂപം കൊള്ളുന്ന ഈ രാജയോഗത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിയാതെ ദുഃഖിതരായി വലഞ്ഞ 4 രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷം കൂടി, അല്ലെങ്കിൽ ഒരു സമയം കൂടിയാണ്. 2025 മഹത്വപൂർണ്ണമായ വർഷം എല്ലാ മനുഷ്യരിലും, അതായത് 27 നക്ഷത്രക്കാർക്കും ഓരോ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന അവസ്ഥകൾ ധാരാളം വന്ന് ഭവിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഴിക്കാറുണ്ട്, ഒരു ഗുണങ്ങളുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ദോഷങ്ങൾ മാത്രമാണ് ഭവിച്ചത്, ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിഞ്ഞില്ല, ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ചു, ഇതൊന്നും സിദ്ധിച്ചില്ല എന്ന് നമ്മൾ പല കാര്യങ്ങളും പഴി പറയും. ചിലതൊക്കെ നടന്നിട്ടുണ്ടാകും, എങ്കിലും നടന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നടക്കാത്ത കാര്യങ്ങളെ ഓർത്തായിരിക്കും നമ്മൾ വിതുമ്പുന്നത്, വിഷമിക്കുന്നത്. പക്ഷേ ഈ 2025 എന്ന വർഷത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കാനുള്ള ഒരുപാട് വകകൾ തന്നിട്ട് ഈ ഒരു വർഷം കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് വരുന്ന അടുത്ത ഫെബ്രുവരി മാസത്തിൻ്റെ ശിവരാത്രി സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ ശിവരാത്രി മഹാദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ആ ഒരു സമയം, മഹാദേവനെ ഏറ്റവും നമ്മുടെ ഭക്തരെ കണ്ണു തുറന്ന് നോക്കുന്ന, നമ്മളുടെ അവലാദികളും വേവലാദികളും ഒക്കെ പെട്ടെന്ന് കേൾക്കുന്ന ദേവനാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അപ്പോൾ ഈ ഫെബ്രുവരി 27 ശേഷം രാജയോഗ തുല്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. 4 രാശിക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികമായുള്ള ആ ബുദ്ധിമുട്ടുകൾ, ആ ദുരിതങ്ങൾ ഒക്കെ മാറുകയാണ്. അതിനുശേഷം ഒരു മാറ്റം. രാജയോഗം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളോട് കൂടിയുള്ള ഒരു ജീവിതത്തിനെയാണ് രാജയോഗം, അല്ലെങ്കിൽ രാജയോഗ തുല്യമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ മഹാദേവൻ ഈ 2025 ശിവരാത്രി ദിനത്തോടു കൂടി, അല്ലെങ്കിൽ ആ രാജയോഗം പ്രദാനം ചെയ്ത് അനുഗ്രഹം ചൊരിയുകയാണ്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക. ആദ്യത്തെ രാശി ഇടവമാണ്. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെയും അകലുന്നതാണ്. എന്ന് വെച്ചാൽ സമ്പത്ത് നമ്മളിലേക്ക് എത്തുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒരു ലോണിന് അപ്ലൈ ചെയ്താൽ പോലും 100 നൂലാമാലകളിൽ പെട്ട് കിട്ടാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ കടമെടുത്ത്, അല്ലെങ്കിൽ ഒരാളോട് ധനം കടമായി ചോദിക്കുന്ന വേളയിൽ ആദ്യം തരാമെന്ന് പറയും, പക്ഷേ പിന്നീട് ചെല്ലുന്ന വേളയിൽ അദ്ദേഹത്തിന് ആ ധനം നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റാത്ത അവസ്ഥ വരികയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ധനം തികയാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അവരും നമ്മൾക്ക് കൈമലത്തും. അപ്പോൾ സാമ്പത്തിക തടസ്സമാണ് ഉണ്ടാകുക. സ്വന്തമായി അധ്വാനിച്ച ധനം കയ്യിൽ ഉണ്ടാകുന്നത് ഇല്ല. അതുകൂടാതെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് വെച്ചാൽ അവിടെയും തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയ്ക്കൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഫെബ്രുവരി 27 ശേഷം. രാജയോഗ തുല്യമായ ജീവിതമെന്ന് പറയുന്നത് അപ്പോൾ സന്തോഷകരമായ, അല്ലെങ്കിൽ ദാമ്പത്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുണ്ടായ അസ്വസ്ഥത, ഇതൊക്കെ മാറി സാമ്പത്തികം നമ്മളുടെ കയ്യിലേക്ക് വരികയും അതോടൊപ്പം നമുക്ക് ആ സാമ്പത്തികം നല്ല രീതിയിൽ വിനിയോഗിക്കാനും മനസ്സമാധാനത്തോട് പോകാനും ഒക്കെ സാധിക്കുക എന്നതാണ് ഈ രാജയോഗത്തിൻ്റെ ഗുണകരമായ വശമായി പറയുന്നത്. അതുകൂടാതെ മക്കൾ നിമിത്തം നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട്. ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മക്കൾ വിദേശത്തേക്ക് ജോലിക്കായി അയക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിനായി അയക്കുക. അവരോടൊപ്പം പോകാൻ സാധിക്കുന്നത് സന്തോഷത്തിൻ്റെ കാര്യമാണ്. അതായത് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത മനുഷ്യരെ ആരും കാണുകയില്ല. പോകാൻ അവസരം ഉണ്ടാകുന്നില്ല. ചില ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചിലർക്ക് പറ്റുന്നില്ല. പക്ഷേ ചിലർക്ക് അവസരങ്ങൾ അടുത്തേക്ക് വന്നാൽ പോലും ചില കാരണങ്ങൾ കൊണ്ട് തട്ടിത്തടഞ്ഞ്, അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാരണമൊക്കെ അകന്നു പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഈ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിദേശവാസവും പറയുന്നുണ്ട്. ഇടവം രാശിക്കാർ അത് മക്കൾ നിമിത്തമാണ്. അവരുടെ ആ ചുവട് അതിന് കൂടെ നമ്മൾ, അതായത് നമ്മൾ അവരെ വളർത്തി വലുതാക്കി, ഇപ്പോൾ ഇനി അവരുടെ ആ ഒരു സംരക്ഷണയിൽ നമ്മൾക്ക് കഴിയാനും അവരുടെ നല്ല കാര്യങ്ങൾ കണ്ട്, അവർ ചെയ്യുന്ന സന്തോഷകരമായ കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. മക്കൾക്ക് വിജയം ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. മത്സര പരീക്ഷാ വിജയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള എക്സാമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വലിയ കടമ്പയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ
നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാം. കാരണം നിങ്ങൾക്ക് അതിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി 27 ശേഷം വന്ന് ഭവിക്കുന്നത്. വിദേശ പഠനം നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് എന്തൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അതാണ് പറഞ്ഞത്, സാമ്പത്തിക തടസ്സം കാരണമാണ് നിങ്ങൾക്ക് ആ വിദേശത്തേക്ക് പോകാനുള്ള മുടക്കമുണ്ടായത്. ആ മുടക്കം ഇവിടെ മാറുകയും സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം വിദേശ പഠനം നിങ്ങളുടെ ആഗ്രഹം പോലെ പഠനം പൂർത്തീകരിക്കേണ്ട ഒരു സമയമാണ് ഫെബ്രുവരി 27 ശേഷം വന്നണയാൻ പോകുന്നത്. അപ്പോൾ ശനി ഇവിടെ കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് ചൊരിയുകയാണ്. അപ്പോൾ ശനിയുടെ ഈ ഒരു ഭാഗ്യത്തിൻ്റെ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കടൽ കടന്ന് വിദേശത്തേക്ക് പോകേണ്ട അല്ലെങ്കിൽ അന്യദേശവാസം പറഞ്ഞിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ അകലും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം ഉണ്ടായി കൊടുക്കാൻ ഇടവം രാശിയിലെ നക്ഷത്രക്കാരായ മക്കൾക്ക് സാധിക്കുന്നതാണ്. ഈ ദാമ്പത്യത്തിലും എന്തെങ്കിലുമൊക്കെ വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ, അതായത് രാജയോഗം തന്നെയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ഈ ശിവരാത്രിയോടുകൂടി വന്നണയാനായി പോകുന്നത്. രണ്ടാമത്തെ രാശി മിഥുനമാണ്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. സർവ്വ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നേട്ടം, സന്തോഷം, സമാധാനം, അഭിവൃദ്ധി, ആരോഗ്യ, സൗഖ്യം, ഇതൊക്കെയാണ് സർവ്വ ഐശ്വര്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദുഃഖങ്ങൾ ഒഴിയുക, സമാധാനമായി ഒന്ന് ഉറങ്ങാൻ സാധിക്കും, ഒന്ന് ഉറങ്ങി ഉണരാൻ സാധിക്കും. ഇതൊക്കെയല്ലേ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്വം. അല്ലാതെ നിറയെ ധനം ഉണ്ടായിട്ടും സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ധനം കുറവായിരിക്കുമെങ്കിൽ പോലും സമാധാനം വളരെയധികം ഉണ്ടാകുന്ന ഒരു വേളയാണ്. അതുപോലെ തന്നെ ധനവും കയ്യിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ നിങ്ങളുടെ മേൽ കണ്ണു തുറന്നിരിക്കുന്നു, ഭാഗ്യം ചുരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് വീണ്ടും ചിന്തിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനുമാണ് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുന്നവർ പരിഹസിക്കാനും ചിരിക്കാനും മാത്രമേ കാണുകയുള്ളൂ. അല്ലാതെ സന്തോഷം വരുമ്പോൾ കൂടുകയും ചെയ്യും. നമ്മൾക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ കാണൂ എന്നൊരു ബോധം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. മിഥുനം രാശിക്കാരായ ആളുകളോട് മാത്രം പറയുകയാണ്. ചില സമയങ്ങളിൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം, അതായത് എന്ത് പറഞ്ഞാലും അവർ മുന്നേ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകളാണ് എന്നതുപോലും മറന്ന് നിങ്ങൾ ചില സമയങ്ങളിൽ അങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം. അതേപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ശിവരാത്രിക്ക് ശേഷം തുടങ്ങിക്കൊള്ളൂ. വളരെ നല്ല സമയമാണ്. നിങ്ങൾ കയ്യിൽ ധനമില്ല എന്ന് വിഷമിച്ചിരുന്നാൽ പോലും അറിയാതെ തന്നെ പണിയൊക്കെ നടന്നുകൊള്ളും. കാരണം ഭഗവാനാണ് കണ്ണു തുറക്കുന്നത്. പിന്നെ എന്താ വേണ്ടുന്നത്? അപ്പോൾ ജോലിയിലൊക്കെ പ്രവേശിക്കാനും സന്തോഷകരമായ ജീവിതത്തിനൊക്കെ വളരെ നല്ല സമയമാണിപ്പോൾ ഫെബ്രുവരി 27, അതായത് ഈ വരുന്ന ശിവരാത്രിയോടുകൂടി. അടുത്ത രാശി കന്യയാണ്. ഉത്തരം അവസാനം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം എന്ന നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ അകലുന്ന സമയമാണ്. ആ കഷ്ടപ്പാട് തന്ന ഭഗവാൻ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റുകയാണ്. അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ വീണ്ടും ഉയർച്ചയുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഒരു സ്റ്റഡിയായിട്ടൊന്നും ആരുടെയും ജീവിതം പോകുന്നില്ല. നമ്മൾ ചുറ്റുപാട് കണ്ണോടിച്ച് നോക്കുമ്പോഴറിയാം നമ്മളുടെ വേദനകൾ എത്രത്തോളം ചെറുതാണ്. ഓരോ ആളുകൾ എത്രയോ ബുദ്ധിമുട്ടുന്ന ആളുകൾ ചുറ്റുപാടുമുണ്ട്. അതൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഈ ആയുരാരോഗ്യ സൗഖ്യം തന്ന ഭഗവാൻ എത്രത്തോളം വലിയ കരുണയാണ് നമ്മളോട് കാണിച്ചത്. അതുകൊണ്ട് ഓരോ ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോഴും വിഷമിക്കുന്നു. എന്തിനു വിഷമിക്കുന്നത്? ഭഗവാനില്ലേ. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഉയർച്ച ഉണ്ടാകും. ഈ ഒരു വാക്ക് നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനപ്പുറം വേറെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സമയത്ത് ആ നേട്ടം ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമയമാണ് ശിവരാത്രിയോടുകൂടി നിങ്ങൾക്ക് തേടിയെത്തുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നല്ല ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാൻ എന്ന് വെച്ചാൽ ജോലി ആഗ്രഹിച്ച് നിൽക്കുന്ന, അതായത് ആ ഒരു ജോലിയാണ് ഇനി എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ആ ഒരു പ്രതീക്ഷയാണ് ഇനി മുന്നോട്ടുള്ള ജീവകിരണമായി എൻ്റെ മുന്നിലുള്ളത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെയും ശുഭകരമായ വാർത്ത ശ്രവിക്കാനുള്ള, ഇവിടെ ഇപ്പോൾ കന്നിരാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനുള്ള ഭാഗ്യം കൂടി ഈ ഫെബ്രുവരി 27 ശേഷം, അതായത് അതാ പറഞ്ഞത്, ശുഭകരമായ വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടെന്ന്. പുതിയ ജോലിക്കുള്ള സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിലെ തടസ്സങ്ങളൊക്കെയും ഭഗവാൻ തന്നെ എടുത്തു മാറ്റിക്കൊള്ളും. നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുടെ പതനം, അതായത് നിങ്ങളുടെ വിഷമം കാണാൻ
പ്രവൃത്തികളാൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ചില ആളുകൾ വാക്കുകളാൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങളെ നോവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, നീ ശ്രമിക്കാനിട്ടാ, നിനക്ക് ജോലിക്ക് പോകാൻ മടിയാണ്, അല്ലെങ്കിൽ നിനക്കിങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന, കൂരമ്പുകൾ കൊണ്ടിങ്ങനെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരെയാണ് ശത്രു, അല്ലാതെ അവർ വേറെ ദോഷം ചെയ്യുന്നതൊന്നുമല്ല. അവരുടെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഒരു വേദന, നിങ്ങളുടെ ആ ഒരു വിഷമം കാണുമ്പോൾ അവർക്കൊരു സമാധാനം, അങ്ങനെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് ഇനി നിങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ ഇവന് ഇത്രയും മാറ്റം വന്നു, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ക്ഷമ വരെ പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സമയമാണ് ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാൻ പോകുന്നത്. കൂടാതെ ജോലി എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാതെ വിവാഹ യോഗമൊക്കെ കാണുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആദ്യം നിങ്ങളിലേക്ക് എന്താണ് തേടിയെത്തുന്നത്, അതായത് വിവാഹം ആണ് വരുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അതിനുശേഷവും ജോലിക്ക് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ദൂരദേശവാസം കാണുന്നുണ്ട്, അത് വിവാഹത്തോട് കൂടിയാകാം. കാരണം വിദേശത്ത് ജോലിയുള്ള പയ്യനാണെങ്കിൽ അവിടേക്ക് പോകാനും, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് പോകാനൊക്കെയുള്ള ഒരു ഭാഗ്യം ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ഫെബ്രുവരി 27 കൂടി, അല്ലെങ്കിൽ ശിവരാത്രിക്ക് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. വിദ്യാവിജയം, കീർത്തി, ഇതൊക്കെയും കന്യരാശിക്കാരായ ആളുകളെ കാത്തിരിക്കുകയാണ്. കുംഭമാണ് അടുത്ത രാശി. അവിട്ടം 2ാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ ബുധനും ശനിയും ഗ്രഹങ്ങളുടെ സഞ്ചാരം നിമിത്തമാണ് വളരെയധികം മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നത്. സാമ്പത്തിക ഉന്നതി നിങ്ങൾക്കായി കരുതി വയ്ക്കുകയാണ് ഈ ശിവരാത്രിയോടുകൂടി. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടത്തിൻ്റെ സമയമൊക്കെയാണ് വന്നെടുക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് ബുധൻ വളരെ അനുകൂല ഭാവത്തിലും നേട്ടത്തിലേക്കൊക്കെയാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് കർമ്മം ചെയ്താണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കാഴ്ചവെക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശ യോഗമാണ് ഇതിലെടുത്ത് പറയേണ്ടത്. അപ്പോൾ വിദേശത്തൊക്കെ പോകണമെന്ന ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായി ഉണ്ട്. എങ്കിലും അത് നാട്ടിൽ ചെറിയ ഏതെങ്കിലും ജോലി ചെയ്തെന്നാൽ ജീവിക്കാമെന്നും ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ വിദേശത്തു നിന്ന് വരികയാണെങ്കിൽ ഒരിക്കലും അത് നിരസിക്കേണ്ട, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഭാഗ്യങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല. അതായത് എപ്പോഴും പറയാറില്ലേ, ചില ഭാഗ്യങ്ങളൊക്കെ ഒരിക്കൽ മാത്രം വരും. അപ്പോൾ നമ്മൾ അതിന് നേരെ മുഖം തിരിക്കുകയാണെങ്കിൽ പിന്നീട് എത്രത്തോളം പിടിക്കാൻ പോയാലും അത് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിദേശവാസത്തിനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്ന ഒരു വേളയിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ അതിന് നിരസിക്കാതിരിക്കുക. ഒരു പുതിയ ഗൃഹം, വാഹനം ഇതൊക്കെ വന്നു ചേരേണ്ട സമയം കൂടിയാണ് ശിവരാത്രിയോടുകൂടി നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ രാജകീയ ഗുണം, രാജയോഗം എന്ന് പറയുന്നത് അതുതന്നെയാണ്. വളരെ നേട്ടത്തിൻ്റെ സമയമൊക്കെയാണ്. ആരും വിഷമിക്കാതിരിക്കുക. എനിക്കല്പം പനിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായതാണ് സൗണ്ടിന് അല്പം പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഏവരും സന്തോഷമായിരിക്കുക. നിങ്ങൾ നല്ല കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നേർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചെയ്യുക. വളരെ വേഗം തന്നെ ഒരു 7 ദിവസം അല്ലെങ്കിൽ 7 ആഴ്ചയ്ക്കുള്ളിലൊക്കെ വളരെയധികം മാറ്റമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സന്തോഷമായിരിക്കുക. ഭഗവാൻ മഹാദേവൻ വളരെയധികം അനുഗ്രഹത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ശിവരാത്രിയോടുകൂടി വന്നണയാൻ പോകുന്നത്. വളരെ നേട്ടങ്ങളും മേന്മയും ഒക്കെ ജീവിതത്തിൽ വരും. എനിക്കിനി ഒന്നുമില്ല, നേട്ടങ്ങളില്ല, ആകെ ഞാൻ തളർന്നു പോയി, എന്താണ് പ്രതീക്ഷ എന്നൊക്കെ ചിന്തിച്ച് ആകെ തകർന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നത് നമുക്കറിയാം. അവരിൽ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ മനസ്സിലെ വിഷമങ്ങളെന്ന്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓം നമഃ ശിവായ എന്ന ഒരു മന്ത്രം ജപിച്ച് നോക്കൂ. 10 പേര് കൂടെ ഇല്ലെങ്കിൽ പോലും ഈ ഒരു മന്ത്രം 100,000 ആളുകളുടെ ശക്തിയായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ആ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകൂ. ഫെബ്രുവരി 27 ശേഷം വളരെ നല്ല നേട്ടങ്ങളും മാറ്റങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നന്ദി.